തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തു. അപ്പോൾ ചില വീഡിയോകൾ കറങ്ങുന്നുണ്ട് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിലൊക്കെ. തൊഴിലുറപ്പ് നിർത്താൻ പോകുന്നു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തണം. അപ്പോൾ ഫാക്ട് ചെക്ക് നടത്തി അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ നാളിതുവരെ എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കാലാകാലങ്ങളിലുള്ള പരിഷ്കാരങ്ങൾ പലതും വരുത്തുന്നു. അസറ്റ് ക്രിയേഷന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ സ്കിൽഡ് ലേബേഴ്സിനെയും സെമി സ്കിൽഡ് ലേബേഴ്സിനെയും കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ലേബർ വർക്കിന് പുറമോടൊപ്പം തന്നെ മറ്റ് വർക്കുകൾ കൂടി ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നേരത്തെ നിന്ന് സിസ്റ്റമാറ്റിക്. അങ്ങനെ ഒരു കാരണവശാലും തൊഴിലുറപ്പ് പദ്ധതി നിർത്തുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഈ ചുങ്കത്തറ പഞ്ചായത്തിലും നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലും അതുപോലെ തന്നെ പെരുങ്കടവിളയും ചില സ്ഥലങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ, അത് ഈ കോൺട്രാക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെടുകയും അതിന് ഓഡിറ്റ് ചെയ്യണം, സംസ്ഥാനത്താകെ ഓഡിറ്റ് ചെയ്യണമെന്നും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞ് ക്രിമിനൽ കുറ്റം എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കഴിഞ്ഞ മാസം മിഷൻ ഡയറക്ടർക്ക് തിരുവനന്തപുരത്ത് ലഭിച്ചിരുന്നു. സെൻട്രൽ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ വന്നു എന്നുള്ളതല്ലാതെ തൊഴിലുറപ്പ് പദ്ധതി നിർത്തുന്നതായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തമായി തന്നെ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോകാനാണ് അനൗപചാരികമായി തിരക്കുമ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ തൊഴിലുറപ്പ് പദ്ധതി ഒരു കാരണവശാലും നിർത്തുന്നില്ല. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ പിന്നെ ഇത് വർക്കുകളുടെ ഒരു 40% കഥകളും പിന്നെ 60% സ്കിൽഡ്, സെമി സ്കിൽഡ്, സാധാരണ ലേബർമാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ മേറ്റുമാരുടെ തിരഞ്ഞെടുപ്പ്, ഇത്തരം കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പുതിയ നിയമാവലികളും പുതിയ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതാണ് നടക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വർക്കുകൾ ചെയ്യുന്നതിൽ ഇപ്പോൾ മഴക്കുഴി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ചില എർത്ത് വർക്കുകൾ, ഇങ്ങനെയുള്ള ചില വർക്കുകളെ ചിലതിൻ്റെ സാച്ചുറേഷൻ ആയിട്ടുണ്ട്, ചിലതാണെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആണ്, ചിലത് പുതിയത് കൊണ്ടുവരണം. അങ്ങനെ ഇപ്പോൾ കിണർ റീചാർജ് പുതുതായിട്ട് വന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ആട്ടിൻ കൂട് ഉണ്ടാക്കുക, പിന്നെ കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കുക, തൊഴുത്തുണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ പശുവിന് തൊഴുത്തുണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ റോഡ് പണി വന്നിട്ടുണ്ട്. സ്റ്റേഡിയം, ഒരു പഞ്ചായത്തിൽ സ്റ്റേഡിയം പണിതിട്ടുണ്ടെന്നാണ്, സർക്കാരിൻ്റെ സ്കൂളിന് സ്റ്റേഡിയം അവർ പണിത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ മതിലുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വ്യത്യസ്തമായ പിന്നെ കൃഷി, ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ വരുന്നുണ്ട്. നേരത്തെ പൊതു ഇടങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയായിരുന്നുള്ളൂ. അത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ മാറ്റങ്ങൾ ഒന്നായി ഒരുപാട് അപ്ഡേറ്റ് ചെയ്ത് പരിഷ്കരിച്ച് വരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇത് നിർത്തുന്ന ഒരു പ്രവർത്തനവും ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അവർ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ഇനി ഭാവിയിൽ എന്താകും, ഇതിൻ്റെ രൂപം മാറുമോ, കാരണം 10-15 വർഷമായല്ലോ, അപ്പോൾ ഇനി പുതിയ പദ്ധതി വരുമോ, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് യാതൊരു പരുക്കമില്ല എന്ന് മാത്രമല്ല, അത് ശക്തിയായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം, നിങ്ങൾക്ക് 100 ദിവസം തൊഴിൽ കിട്ടാൻ അവകാശമുണ്ട്. അതാണ് പ്രധാനം. നിങ്ങൾക്ക് തൊഴിൽ തരേണ്ടത് പഞ്ചായത്തിൻ്റെ ജോലിയാണ്. പഞ്ചായത്ത് തരിക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഒരാൾ പഞ്ചായത്തിൽ ചെന്നൊരു വിവരം, എനിക്ക് 100 ദിവസം തൊഴിൽ തരണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ 15 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് തൊഴിൽ തരണം. തൊഴിൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 14 ദിവസത്തിനകത്ത് ഈ 15 ദിവസത്തിനകത്ത് തൊഴിൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരണം, പിന്നെ തൊഴിലായ വേതനം തരണം. അതുപോലെ തന്നെ ജോലി ചെയ്ത് കൊടുത്താൽ 14 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കൂലി അക്കൗണ്ടിലേക്ക് വരണം. അങ്ങനെ അത് വന്നില്ല എങ്കിൽ, പൈസ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ, പിന്നെ ആരാണോ ഡിലേ വരുത്തുക ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി വരും. അതുപോലെ പലിശ നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് നടപടിയേക്കാൾ പ്രധാനം പലിശ കിട്ടാൻ അവകാശമുണ്ട്. അപ്പോൾ 100 ദിവസത്തെ ജോലി 15 ദിവസത്തിനകത്ത് കിട്ടണം. 15 ദിവസം കൊണ്ട് കിട്ടിയാൽ 100 ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്ത് കൊടുത്താൽ 14 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ബില്ല് മാറി കിട്ടണം. ബില്ല് മീൻസ് നിങ്ങളുടെ പൈസ കിട്ടണം. ഇതാണ് അതിൻ്റെ തിയറി. കേരളത്തിൽ ST വിഭാഗക്കാർക്ക് ഒരു 100 ദിവസത്തെ ജോലി ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ST വിഭാഗക്കാർക്ക് 200 ദിവസത്തെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലാണ് കുറേ പെൻഡിങ് വന്ന് കിടക്കുന്നത്. പണത്തിൻ്റെ അല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പൈസയിൽ പെൻഡിങ് ഇല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. കാരണം അത് 14 ദിവസത്തിനകത്ത് കൊടുക്കുന്നൊരു നിയമം കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ സാധ്യത കുറവൊന്നുമില്ല. പിന്നെ 40% പൈസയെ സംബന്ധിച്ചാണ് ഈ പ്ലാൻ കൊടുക്കലും സബ് പ്ലാൻ കൊടുക്കലും. കാരണം ഇത് ഡിമാൻഡ് ബേസ്ഡാണ്. എപ്പോൾ വേണോ പ്രോജക്റ്റ് കൊടുക്കാം, അത് പ്ലാൻ അപ്രൂവ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഡിമാൻഡ് ബേസ്ഡ് പ്രോജക്റ്റ് ആയതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ കരാറുകളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് NGOസിന് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ കരാർ തൊഴിലാളികൾക്കാണ് കൊടുക്കുന്നത്. എന്നാലും അക്കൗണ്ടിൽ വരുന്നത് നമ്മുടെ ജോബ് കാർഡ് ഉള്ളവരുടെ പേരിൽ അക്കൗണ്ടിൽ പൈസ വരികയുള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക കോൺട്രാക്ടർക്ക്. അതിനകത്താണ് ഈ ചില അലുക്കുലുക്ക് പരിപാടികളും ചില അഴിമതിയൊക്കെ കേരളത്തിൽ കാണുന്നത്. എന്തായാലും തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു പരുക്കമില്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. ആ ന്യൂസ് ഫേക്കാണ്,
ഫാക്ട് ചെക്കിൽ ഫേക്ക് ന്യൂസായിട്ടാണ് അറിയപ്പെടുന്നത്.